നമ്മൾ മഴക്കാലപൂർവ്വ ശുചീകരണത്തെക്കുറിച്ച് സംസാരിച്ചിരുന്നു. മഴക്കാലം ഇങ്ങെത്തി, കാലവർഷം ആരംഭിച്ചു. ഇപ്പോഴും ശുചീകരണത്തിന് പ്രാധാന്യമുള്ള ഒരു സമയം കൂടിയാണ്. നമുക്ക് വയനാട്ടിലേക്ക് പോകാം. അവിടെ ജോഷില തയ്യാറായിട്ടുണ്ട്. യൂത്ത് ബ്രിഗേഡിയേഴ്സുമായി അവിടെ ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടേക്ക് പോകാം. വയനാട്ടിൽ നിന്നും ജോഷില നമ്മളോടൊപ്പം ചേരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ജോഷില, ഗുഡ് മോർണിംഗ്. നമ്മുടെ പ്രേക്ഷകർ കമന്റ് ചെയ്യുന്നുണ്ടായിരുന്നു വയനാട്ടിലും മഴ ശക്തമാണെന്നാണ്. ഇപ്പോൾ ഇതാ മഴക്കാലം എത്തി, മഴ ശക്തമാകുന്നു, ഇപ്പോഴും ശുചീകരണം നടക്കുകയാണല്ലേ? എന്തൊക്കെയാണ് വിവരങ്ങൾ? ഗുഡ് മോർണിംഗ് സിന്ധൂരി. വയനാട്ടിൽ നല്ല മഴയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ മഴ പെയ്തിരുന്നു. ഇന്നലെ രാത്രിയും നല്ല മഴയാണ്. ഇന്നും രാവിലെ മുതൽ നല്ല മഴ തന്നെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഇന്ന് ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമാണ്. പരിസ്ഥിതിയെക്കുറിച്ചുള്ള കർമ്മ പരിപാടികൾ എല്ലാം ക്രോഡീകരിക്കുന്ന അല്ലെങ്കിൽ അതിന് പദ്ധതി തയ്യാറാക്കുന്ന ദിനം കൂടിയാണ്. മാത്രമല്ല, പരിസ്ഥിതിയെക്കുറിച്ചുള്ള അവബോധം സൃഷ്ടിക്കുന്ന അതിനുള്ള പരിപാടികളൊക്കെ നടക്കുന്ന ഒരു ദിനം കൂടിയാണ്. രാവിലെ തന്നെ ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകർ ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ഞാനിപ്പോഴുള്ളത് വൈത്തിരി പൂക്കോട് തടാകം. നമുക്കറിയാം, ഏറ്റവും നല്ല ശുദ്ധജല തടാകമാണ്. ഏറ്റവും കേരളത്തിലെ ചെറിയ ശുദ്ധജല തടാകമാണ്. 7703 മീറ്റർ ഉയരത്തിൽ, സമുദ്രനിരപ്പിൽ നിന്നും 7703 മീറ്റർ ഉയരത്തിൽ കിടക്കുന്ന ആ ശുദ്ധജല തടാകത്തിലേക്ക് ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്ന, നമുക്കറിയാം, ഒരുപാട് സന്ദർശകർ വയനാട്ടിലേക്ക് വരുന്ന ഏതൊരു വിനോദസഞ്ചാരിയും എത്തിച്ചേരുന്ന ഒരു തടാകം കൂടിയാണ്. ആ തടാകത്തിലേക്കുള്ള വഴി വൃത്തിയാക്കുകയാണ് ക്ലീനിങ് പ്രവർത്തനങ്ങൾ. നമുക്കറിയാം, പ്ലാസ്റ്റിക് അടക്കമുള്ള വസ്തുക്കൾ പരിസ്ഥിതിയെ മലിനീകരിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടം കൂടിയാണ്. അത് ക്ലീൻ ചെയ്യുക. നേരത്തെ തന്നെ നമുക്കറിയാം, ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വന്ന സമയത്തൊക്കെ തന്നെ പ്ലാസ്റ്റിക് വിമുക്ത കേരളം എന്നുള്ള ഒരു രീതിയിലേക്ക് തന്നെ ആ ക്ലീനിങ് പ്രവൃത്തികളൊക്കെ തന്നെ പോയിരുന്നു. ആ രീതിയിൽ പ്രകൃതിയെ സംരക്ഷിക്കുക, പ്രകൃതി സംരക്ഷണം ഒരുപാട് കാലമായി ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഏറ്റെടുത്ത ഒരു കാര്യം കൂടിയാണ്. അവർ ഇത്തരത്തിലുള്ള പ്ലാസ്റ്റിക്കുകളടക്കം, പ്രകൃതിയെ മലിനപ്പെടുത്തുന്ന പ്ലാസ്റ്റിക്കുകളടക്കം ശേഖരിച്ച് ഒക്കെ തന്നെ, അതുപോലെ തന്നെ മറ്റ് ആക്രി സാധനങ്ങളൊക്കെ തന്നെ ശേഖരിച്ച് അതിനെ എങ്ങനെ ഫലവത്തായി ഉപയോഗിക്കാം എന്ന് വരെ മാതൃക കാണിച്ച ഒരു പ്രസ്ഥാനം കൂടിയാണ്. ഇന്ന് രാവിലെ അവർ ഇറങ്ങിയിരിക്കുകയാണ്. വൈത്തിരിയിലെ ഈ പൂക്കോട് തടാകത്തിന് ചുറ്റുമുള്ള സഞ്ചാരികൾ വരുന്ന റോഡുകൾക്കരികിൽ നിന്നും മാലിന്യങ്ങൾ ഇല്ലാതാക്കാൻ അല്ലെങ്കിൽ മാലിന്യ ശേഖരണം നടത്തി അത് കൃത്യമായി ശുദ്ധീകരിക്കുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ വീണ്ടും റീസൈക്കിൾ ചെയ്യുന്ന രീതിയിലേക്ക് പോകാൻ വേണ്ടി ഇന്ന് പരിസ്ഥിതി ദിനത്തിൽ മാതൃക കാണിക്കുകയാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ. ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി ഫ്രാൻസിസ് അടക്കമുള്ള ആളുകൾ രാവിലെ തന്നെ എത്തിയിട്ടുണ്ട്. ഫ്രാൻസിസിലേക്ക് പോകാം. ഫ്രാൻസിസ്, എന്താണ് ഡിവൈഎഫ്ഐ? നമുക്കറിയാം, ഭരണമൊക്കെ പോയൊരു സമയം കൂടിയാണ്. ഡിവൈഎഫ്ഐ പ്രവർത്തകരാകെ സങ്കടത്തിലാണ് എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ നിങ്ങൾ ഇപ്പോഴും ഈ കർമ്മ പരിപാടികളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഡിവൈഎഫ്ഐയെ സംബന്ധിച്ചിടത്തോളം ഭരണമുള്ളതും ഭരണമില്ലാത്തതൊന്നും ഞങ്ങളെ സംബന്ധിച്ചോളം വ്യത്യസ്തമായൊരു സാഹചര്യമല്ല. ഡിവൈഎഫ്ഐക്ക് ഈ സമൂഹത്തോടൊരു ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്വം നിർവഹിക്കാൻ ഞങ്ങൾക്ക് ഭരണവും ഭരണമില്ലായ്മയൊന്നും ഞങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല. ഇപ്പോൾ ഡിവൈഎഫ്ഐ എല്ലാ വർഷവും പരിസ്ഥിതി ദിനത്തിൻ്റെ ഭാഗമായി വൈവിധ്യങ്ങളായിട്ടുള്ള പരിപാടികൾ ഏറ്റെടുക്കാറുണ്ട്. ഈ വർഷം ഞങ്ങൾ 2 തരത്തിലുള്ള ക്യാമ്പയിനാണ് സംഘടിപ്പിക്കുന്നത്. ഒന്ന്, പൊതുസ്ഥലങ്ങളിൽ പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനം ചെയ്യാൻ ആവശ്യമായിട്ടുള്ളൊരു ക്യാമ്പയിനും, അതേപോലെ തന്നെ നമ്മുടെ പരിസ്ഥിതി മെസ്സേജ് നൽകുന്നതിൻ്റെ ഭാഗമായി മരം നടിയിൽ എന്ന ക്യാമ്പയിൻ. ഈ 2 ക്യാമ്പയിനുകളാണ് പൊതുവായി കേരളത്തിലുടനീളം എടുക്കുന്നത്. പ്രകൃതി സംരക്ഷണവും അതേസമയം തന്നെ പ്രകൃതിയെ മുന്നോട്ട് കൊണ്ടുപോകാനാണ്. അതെ, ആ 2 ക്യാമ്പയിനുകളാണ് നമ്മൾ ഡിവൈഎഫ്ഐ നിലയ്ക്ക് ഏറ്റെടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഇന്നിപ്പോൾ നമ്മുടെ വയനാട് ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂറിസം കേന്ദ്രമാണ് പൂക്കോട് ലേക്ക് എന്ന് പറയുന്നത്. ഇപ്പോൾ കഴിഞ്ഞ സീസൺ എന്ന് പറയുന്നത് വയനാട്ടിൽ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ വന്നൊരു സമയം കൂടിയാണ്. അപ്പോൾ അതിൻ്റെ കൂടി ഭാഗമായിട്ട് ടൂറിസം കേന്ദ്രങ്ങൾ ശുചീകരിക്കുക എന്നുള്ളൊരു കാഴ്ചപ്പാട് നമ്മൾ മുന്നോട്ട് വയ്ക്കുകയും എക്കോ വാക്ക് എന്നൊരു സ്ലോഗൻ വെച്ചുകൊണ്ട് ഇത്തരം ടൂറിസം കേന്ദ്രങ്ങൾ ശുചീകരിക്കുന്ന ഒരു ക്യാമ്പയിൻ രാവിലെ ഏറ്റെടുക്കും. അതിനുശേഷം മരനടിയിൽ ഉൾപ്പെടെയുള്ള ക്യാമ്പയിനിലേക്ക് പോകാമെന്നുള്ളതാണ് ഡിവൈഎഫ്ഐ ഈ പരിസ്ഥിതി ദിനത്തെ നോക്കി കണ്ടിട്ടുള്ളത്. രാവിലെ തന്നെ എല്ലാവരും എത്തിയത് മഴയാണ്. അല്ല, കാലാവസ്ഥ പ്രതികൂലമാണ്. പക്ഷേ എന്നാൽ പോലും അതിനെ കൂടി ഞങ്ങൾ കാണണം. ഒന്ന് ജൂൺ 5 എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് എല്ലാ വർഷവും മഴ തുടങ്ങുന്നൊരു സമയമാണ്. അതുകൊണ്ട് ആ കാലാവസ്ഥ ഞങ്ങളിപ്പം നിലവിൽ മൈൻഡ് ചെയ്യുന്നില്ല. നമ്മുടെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ കണ്ടെത്തിയത്. മറ്റൊരു കാര്യം, സാധാരണ ഈ ജൂൺ 5 എല്ലാവരും പണ്ടേ പരിഹാസമായി പറയുന്ന ഒരു കാര്യമുണ്ട്. ആ പരിസ്ഥിതി ദിനത്തിൽ മാത്രം
കുറേ പേരിങ്ങനെ മരം നടാനൊക്കെ ഇറങ്ങും. അത് പിന്നീട് അതിനെ ശ്രദ്ധിക്കാറില്ല എന്നുള്ള രീതിയിലേക്കാണ്. എന്നാൽ DYFI അങ്ങനെയല്ല. DYFI ഈ പ്രവർത്തനവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണോ തീരുമാനിച്ചത്? അതിലെന്താ വിഷയിച്ചാൽ രണ്ട് തരത്തിൽ, ഒന്ന് പരിസ്ഥിതി സംരക്ഷണം എന്ന് പറയുന്നത് മരം നടൽ മാത്രമല്ല എന്നുള്ളത് നമ്മളിപ്പോൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ഈ നിലവിലുള്ള നമ്മുടെ ഇത്തരത്തിലുള്ള മാലിന്യങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യുക എന്നുള്ള ക്യാമ്പയിനും അതിനോടൊപ്പം തന്നെ പരിസ്ഥിതി ദിനത്തിൻ്റെ ഭാഗമായിട്ടൊരു മെസ്സേജ് കൂടിയാണല്ലോ മരം നടൽ എന്ന് പറയുന്നൊരു മെസ്സേജ് കൂടിയാണ്. ആ മരം നടലും കൂടി നമ്മൾ അതിനൊപ്പം തന്നെ കൊണ്ടുപോകുക എന്നുള്ളതാണ് ഈ പരിസ്ഥിതി ദിനത്തിൻ്റെ ഭാഗമായിട്ട് നമ്മളിപ്പോൾ കണ്ടത്. ഇപ്പം DYFI മാലിന്യ നിർമ്മാർജ്ജനം എന്ന ഈ പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനം എന്നുള്ള ക്യാമ്പയിൻ തുടങ്ങിയിട്ട് വളരെ കുറഞ്ഞ വർഷമായിരുന്നു. അത് ഈ പറഞ്ഞ ഈ ഒരു കാഴ്ചപ്പാടിൻ്റെ ഭാഗമായിട്ടാണ് പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനം ശേഷം ഈ മരം നടൽ ഉൾപ്പെടെ നടത്തിക്കൊണ്ടുള്ള മെസ്സേജ് കൂടി നൽകുക എന്നുള്ളതാണ് DYFI ഈ പരിസ്ഥിതി ദിനത്തിൻ്റെ ഭാഗമായിട്ട് ഉദ്ദേശിക്കുന്നത്. സുന്ദരി, ഇതാണ് പൂക്കോട് തടാകത്തിലേക്ക് ആ ഒരു വഴിയിലേക്ക് ഇവർ പോയിക്കൊണ്ടിരിക്കുകയാണ്. വിനോദസഞ്ചാരികൾ ഏറ്റവും കൂടുതൽ വരുന്ന ഒരു സ്ഥലം എന്നുള്ള രീതിയിൽ വയനാട് ജില്ലയിൽ ഈ നമുക്കറിയാം നമ്മുടെ വിനോദസഞ്ചാരികൾ ഇപ്പോഴും അത്രയേറെ ബോധവാന്മാരായിട്ടില്ല. കാരണം ഈ ടൂറിസത്തിനോടൊപ്പം ഇവിടേക്ക് വരുമ്പോൾ ഇവിടേക്ക് പ്ലാസ്റ്റിക് മാലിന്യങ്ങളടക്കം വലിച്ചെറിയുന്ന ഒരു രീതിയിലേക്ക്, പ്രത്യേകിച്ച് ഭക്ഷണമൊക്കെ ആയി വരുന്ന ആളുകൾ ഈ റോഡരികിലടക്കം ഇത്തരം പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വലിച്ചെറിയുന്ന രീതിയിലേക്ക് മാറുന്നു. അത്തരത്തിലുള്ള ഒരു ബോധവൽക്കരണം കൂടി ഇതിന് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രക്രിയ ഇവിടെ ആരംഭിക്കുകയാണ്. ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റ്, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ വിജേഷ് കൂടെയുണ്ട്. വിജേഷ്, ഗുഡ് മോർണിംഗ്. പിന്നെ രാവിലെ തന്നെ പരിപാടി തുടങ്ങിയല്ലേ? പ്രത്യേകിച്ച് വൈത്തിരി നിങ്ങളുടെ ഒരു പ്രധാന കേന്ദ്രം കൂടിയാണ്. വൈത്തിരിയിലാണ് ഏറ്റവും കൂടുതൽ വിദേശ സഞ്ചാരികൾ വരുന്നവരൊക്കെ തന്നെ ഇവിടേക്ക് ആദ്യം വന്നിട്ടാണ് പോവാറ്, പൂക്കോട് കണ്ടിട്ടാണ് പോവാറ്. എന്താണ് പൂക്കോടിലേക്ക് വരുന്ന വിദേശ സഞ്ചാരികളെ കുറിച്ചും അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു പ്രകൃതി സംരക്ഷണത്തെ കുറിച്ചും പറയാനുള്ളത്? വയനാട്ടിലെ ടൂറിസം കേന്ദ്രങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, കേരളത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പൂക്കോട് തടാകം എന്നുള്ളത്. നമുക്കറിയാം, കേരളത്തിലേക്ക് ആര് വന്നാലും ഒന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്നതും പ്രത്യേകിച്ച് ബോട്ടിംഗ് ഉൾപ്പെടെ ഉള്ള സംവിധാനമൊക്കെ ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് പൂക്കോട് തടാകത്തിലേക്കാണ് ആരും എത്താറ്. അതേപോലെ തന്നെ ഇവിടുത്തെ ഒരു പ്രകൃതി രമണീയതയും ഇവിടുത്തെ ഒരു കാലാവസ്ഥയൊക്കെ എല്ലാവർക്കും വലിയ താല്പര്യം ആണ് ഉണ്ടാവാറ്. അപ്പോൾ അതോടൊപ്പം തന്നെ ഈ പൂക്കോടുമായി ബന്ധപ്പെട്ട് പിന്നെ ഇപ്പോൾ ടൂറിസ്റ്റുകൾ അധികരിച്ചത് കൊണ്ട് തന്നെ ഈ മാലിന്യങ്ങളും വലിയ രൂപത്തിലേക്ക് കൂടി വരുന്നൊരു നില സംബന്ധിച്ചിട്ടുണ്ട്. ഇപ്പോൾ DYFI ഒരു വലിയ കാര്യമാണ് ഇന്നിപ്പോൾ ഏറ്റെടുത്തിട്ടുള്ളത്. ഈ പൂക്കോട് തടാകത്തിലേക്കുള്ള വഴികളൊക്കെ ശുചീകരിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അവർ രാവിലെ തന്നെ ഈ പ്രതികൂല കാലാവസ്ഥയൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. അവർ ഏറ്റവും നന്നായിട്ടുള്ള പ്രവൃത്തി, ഒരു മാതൃകാപരമായിട്ടുള്ള പ്രവൃത്തിയാണ് ഏറ്റെടുത്തിട്ടുള്ളത്. ഇതൊക്കെ ഒരു മാതൃകയായ ഒരു പ്രവൃത്തിയായി മാറുകയാണ്. സഞ്ചാരികളോട് എന്താ പറയുക? സഞ്ചാരികളുടെ മാലിന്യം നിക്ഷേപിക്കരുത് എന്നുള്ളതാണ് ഒന്ന് പറയാനുള്ളത്. നമ്മളെ ഇവിടെ കുറേ നമ്മളെ ഒരു പഞ്ചായത്തൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി കൗണ്ടറുകളൊക്കെ ഇത് സംബന്ധിച്ചിട്ടുണ്ട്, ബോട്ടിൽ ബൂത്തുകളൊക്കെ. അതത് നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രകൃതി ഇതേപോലെ തന്നെ ഉണ്ടാവും. പ്രകൃതി നശിപ്പിക്കുന്നത് ഒഴിവാക്കണം എന്നുള്ളതാണ് പറയാനുള്ളത്. സിന്ദരി, ഇതാണ് വിനോദസഞ്ചാരികൾ ഇവിടേക്ക് വരുമ്പോൾ DYFI അടക്കമുള്ള ആളുകൾ പറയാനുള്ള ഒരു കാര്യം കൂടിയുണ്ട്. വിനോദസഞ്ചാരികളോട് പറയാനുള്ള കാര്യങ്ങൾ, പ്ലാസ്റ്റിക് ഇവിടേക്ക് കൊണ്ടുവന്ന് ഈ പ്രകൃതിയെ ദൂഷിപ്പിക്കരുത്. നിങ്ങൾ കൊണ്ടുവന്നാൽ അതിന് കൃത്യമായ നിക്ഷേപിക്കാനുള്ള സ്ഥലങ്ങൾ കൂടിയുണ്ട്. ആ സ്ഥലങ്ങളിൽ മാത്രം പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നിക്ഷേപിക്കുക എന്നുള്ളതാണ്. അത് എല്ലാ കാലത്തും ഈ പ്രകൃതിയെ സംരക്ഷിക്കാൻ സാധിക്കും. അതുതന്നെയാണ് DYFIക്കും പറയാനുള്ളത്. അവർ പല സമയങ്ങളിൽ ഇതൊക്കെ തന്നെ വൃത്തിയാക്കുന്നത് കൊണ്ട് തന്നെയാണ് ഈ പ്രകൃതി ഇതുപോലെ നിലനിൽക്കുന്നത്. അതുകൊണ്ട് അത് തുടരുക എന്നുള്ള രീതിയിൽ, അതായത് വിനോദസഞ്ചാരികളോട് സഹകരിക്കാൻ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ടാണ് ഈ ഒരു പരിപാടി ഇപ്പോൾ DYFI ഇവിടെ സംഘടിപ്പിക്കുന്നത്. സിന്ധൂരി. അതെ ജോഷ്ല, ഞങ്ങൾ ആ ഓരോ വാക്കുകളും ശ്രദ്ധയോടെ കേൾക്കുകയായിരുന്നു. അവിടെ കൂടിയിരിക്കുന്ന ഓരോ DYFI സഖാക്കൾക്കും നമ്മുടെ പ്രേക്ഷകരും സ്നേഹാശംസകൾ അറിയിക്കുന്നുണ്ട്. ജോഷ്ലയോടും പറയാൻ പറഞ്ഞിട്ടുണ്ട്, അതുകൂടി പങ്കുവെക്കുക. എന്തായാലും ഒത്തിരി സന്തോഷം.